നിന്നിലേക്ക് ഭാഗം 91. പുറത്തേതൊക്കെയോ വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. മിത്രയും വാസുദേവനും അത് വ്യക്തമായി കേൾക്കുകയും ചെയ്തു. മിത്ര വാസുദേവനെ നോക്കി. അയാൾ അലറി കരയുകയാണ്. കരയെ, ഇനി ഉറക്ക കരയെ, നിനക്കെന്നെ വേണ്ടേ, വാടാ വാ. മിത്ര പകയോടെ പറഞ്ഞുകൊണ്ട് അയാൾക്കടുത്തേക്ക് ചുവട് വെച്ചു. ആ എന്നെ എന്നൊന്നും ചെയ്യല്ലേ, അയാൾ പേടിയോടെ പറഞ്ഞു. അപ്പോഴും കയ്യിലെ വേദന കൊണ്ട് അയാൾ അലറുന്നുണ്ടായിരുന്നു. ഇല്ല, ഇനി നിനക്ക് രക്ഷയില്ല വാസുദേവ. നീ പിച്ചു ചീന്തിയ എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി, ഞങ്ങളുടെ ഏഞ്ചലിന് വേണ്ടി തീർക്കും നിന്നെ ഞാൻ. അതും പറഞ്ഞ് അവൾ കയ്യിലെ വാൾ അയാൾക്ക് നേരെ വീശി. വാസുദേവൻ അലറി. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ആ റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. മിത്രയുടെ നോട്ടം അങ്ങോട്ട് പോയി. ദത്തേട്ടൻ. വാതിൽക്കൽ നിന്ന് തന്നെ പകപ്പോടെ നോക്കുന്ന ശിവയെ കണ്ട് അവള് പറഞ്ഞു. ശിവയ്ക്ക് പുറകിലായി വന്ന മിതുവും ഐശുവും കാശിയും അജുവും വിശ്വയും സാഗറുമെല്ലാം മിത്രയുടെ കോലം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അവളുടെ കയ്യിലെ വാളിലേക്കും മുഖത്തെ രക്തത്തിലേക്കും ശിവ ഉറ്റുനോക്കി. ആ വാളിലെ രക്തത്തിൽ നിന്ന് ഇറ്റ് വീഴുന്ന രക്തം വാസുദേവന്റെ കയ്യിൽ നിന്നാണെന്ന് കണ്ടതും ശിവ വിറങ്ങലിച്ച് നിന്നുപോയി. ശ്രീ. വിശ്വാസം വരാതെ അവൻ വിളിച്ചു. മിത്രയുടെ കയ്യിൽ നിന്നും വാൾ നിലത്തേക്ക് വീണു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീ. അവൻ വീണ്ടും വിളിച്ചു. ദത്തേട്ട. അവൾ ഓടിപ്പോയി അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ദത്തേട്ട, ഞാനാ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ ഞാനാ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുലമ്പി. ശിവയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. ശ്രീ. അവൻ അവളുടെ തലമുടിയിൽ തഴുകി. ദത്തേട്ട, അവൾ വിറയാർന്ന സ്വരത്തിൽ വിളിച്ചു. സാരല്ല, കരയല്ലേ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. പതിയെ അവൻ അവന്റെ മുണ്ടുയർത്തി അവളുടെ മുഖത്തെ രക്തം തുടച്ചു കൊടുത്തു. അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. പേടിച്ചുപോയോ? ശിവ സ്നേഹത്തോടെ ചോദിച്ചു. എനിക്ക് അറിയായിരുന്നു ദത്തേട്ടൻ വരൂന്ന്. ഇപ്പോൾ പോലും ദത്തേട്ടൻ വരാൻ വൈകിയെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. കയ്യിലെ രക്തം തൻ്റെ ഷർട്ട് വലിച്ചു കീറി മുറുക്കി കെട്ടി അലറിക്കരയുന്ന വാസുദേവനെ നോക്കി മിത്ര പകയോടെ പറഞ്ഞു. ശിവയുടെയും ബാക്കിയുള്ളവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടോടി പോക്കിരി നിനക്ക്? അവൻ കുറുമ്പോടെ ചോദിച്ചു. മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി. പിന്നെ എൻ്റെ ശരീരം കീഴടക്കാൻ ശ്രമിച്ചാ വെറുതെ വിടുവോ ഞാൻ? അവൾ ഗൗരവത്തോടെ പറഞ്ഞു. നീ ശിവദത്തൻ്റെ പെണ്ണ് തന്നെ, കാശി ചിരിയോടെ പറഞ്ഞു. മിത്രയും ചിരിയോടെ അവനെ നോക്കി. അപ്പോഴാണ് അവൾ മിഥുവിനെയും ഐശുവിനെയും കാണുന്നത്. മിഥുനേട്ടാ, ഐശു, നിങ്ങളെങ്ങനെ ഇവിടെ? നിങ്ങളെ കിരൺ തട്ടിക്കൊണ്ടുപോയി എന്നാണല്ലോ ഇവൻ പറഞ്ഞത്. മിത്ര വാസുദേവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കയ്യിൽ തന്നെ ആയിരുന്നു, ശിവ രക്ഷിച്ചു, മിഥു പറഞ്ഞു. മിത്ര ആശ്വാസത്തോടെ തലയാട്ടിക്കൊണ്ട് ശിവയെ നോക്കി. പകയോടെ വാസുദേവനെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ. ദത്തേട്ടാ, മുറ്റത്ത് ഇയാളുടെ ആളുകൾ കുറേ പേരുണ്ടായിരുന്നല്ലോ, അവൾ ചോദിച്ചു. അവന്മാരെല്ലാം അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്, ഇനി ഇവൻ മാത്രമേ ഉള്ളൂ. ശിവയെ പേടിയോടെ നോക്കുന്ന വാസുദേവനെ നോക്കി പുച്ഛത്തോടെ അവൻ പറഞ്ഞു. വെറുതെ വിടരുത് ദത്തേട്ടാ, കൊന്നു കളഞ്ഞേക്ക്. മിത്ര വേഗം അവന്റെ മുന്നിൽ നിന്ന് മാറി നിന്നു കൊടുത്തു. ശിവ അയാൾക്കടുത്തേക്ക് നടന്നു. വേണ്ട, എന്നൊന്നും ചെയ്യരുത്. ഞാൻ ഇനി ഒരു ഉപദ്രവം ചെയ്യില്ല. ജീവൻ ബാക്കി തന്നാ മതി, മരണഭയത്തിൽ വാസുദേവൻ പറഞ്ഞു. ശിവ അയാൾക്ക് മുന്നിൽ വന്നിരുന്നു. ജീവൻ ഒരു തവണ തന്നതല്ലേ വാസുദേവ, എന്നിട്ട് ദാ വീണ്ടും നീ ഞങ്ങളുടെ മുന്നിൽ തന്നെ. നിനക്കൊരു മാറ്റവും ഉണ്ടാവാൻ പോണില്ല, ശിവ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, ഞാനിനി വരില്ല, സത്യം സത്യം. അയാൾ കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് നീങ്ങിപ്പോയി. നിന്നെ അന്നേ തീർക്കേണ്ടതായിരുന്നു, പക്ഷെ നീ രക്ഷപ്പെട്ടു. ഒപ്പം എൻ്റെ അനിയത്തിയുടെ ജീവന് നീ എടുത്തു. ഞാൻ ജയിലുമായി. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നിന്റെ കഴപ്പ് തീർന്നില്ല. അതിപ്പോ എൻ്റെ പെണ്ണിൻ്റെ നേരേക്ക് വരെ എത്തി. എന്നിട്ടും ഞാൻ നിന്നെ വെറുതെ വിടണോടാ നായേ? ശിവ പെട്ടെന്ന് നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് അയാളുടെ മുഖത്തേക്ക് ഊക്കോടെ ചവിട്ടി. അയാൾ അലറിക്കൊണ്ട് നിലത്തേക്ക് വീണുപോയി. അടുത്ത ചവിട്ട് ചവിട്ടാനായി ശിവയുടെ കാൽ ഉയരും മുന്നേ കരുത്താർന്ന ഒരു കാൽ അയാളുടെ നെഞ്ചും കൂടെ തകർത്തിരുന്നു. വാസുദേവൻ വലതു കൈകൊണ്ട് നെഞ്ചു പൊത്തിക്കൊണ്ട് കിടന്നു പിടഞ്ഞു. അയാളെ ചവിട്ടിയ ആളെ ശിവയൊന്ന് നോക്കി. പപ്പ, അവൻ വിളിച്ചു. സാഗർ അവനെ കണ്ണു നിറച്ചു നോക്കി. എൻ്റെ ഐശുവിൻ്റെ ജീവിതം കരുതി മാത്രം പപ്പ വെറുതെ വിട്ടതാ ഇവനെ. ഇനിയില്ല, പപ്പ തീർത്തോളാം ഇവനെ. സാഗർ നിലത്തു നിന്നും വാള് വലിച്ചെടുത്തു. പപ്പ,
ഐഷു കരഞ്ഞു തുടങ്ങി. ശിവ അയാളുടെ കയ്യിൽ നിന്നും ബലമായി ആ വാള് പിടിച്ചു വാങ്ങി. വേണ്ട പപ്പ, പപ്പയല്ല, ഇവനെ തീർക്കേണ്ടത് ഞാനാ. എൻ്റെ മുന്നിൽ വെച്ച ഇവനെൻ്റെ ഏഞ്ചലിനെ. അതും പറഞ്ഞ് ശിവ സാഗറിനെ പിടിച്ചു മാറ്റി. മിഥുനും കാശിയും വന്ന് സാഗറിനെ പിടിച്ചു വെച്ചു. വേണ്ട, എന്നെ എന്നെ കൊല്ലല്ലേ. മരണഭയം നിറഞ്ഞ വാസുദേവന്റെ വാക്കുകൾ ഒരു ലഹരി പോലെ കേട്ടുനിന്നു ശിവ. അടുത്ത നിമിഷം അവന്റെ കയ്യിലെ വാൾ അയാൾക്ക് നേരെ ഉയർന്നു. വാസുദേവൻ അലറി. ശിവ! പെട്ടെന്ന് ഒരു ശബ്ദം. ശിവയുടെ കൈ നിശ്ചലമായി. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കിരണായിരുന്നു അത്. വാസുദേവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ നിൽക്കുന്ന തന്റെ മകനെ കണ്ട് അയാളിൽ ആശ്വാസം നിറഞ്ഞു. മോനെ കിരൺ, അച്ഛനെ രക്ഷിക്ക്, ഈ ദുഷ്ടക്കൂട്ടങ്ങൾ അച്ഛനെ. വാസുദേവൻ അവനെ കണ്ട ഉടനെ കരച്ചിൽ തുടങ്ങി. മിത്രയാണെങ്കിൽ കിരണിനെ കണ്ടിട്ടും ശിവ എന്താണാവോ ഞെട്ടാത്തത് എന്നാണ് ആലോചിച്ചത്. കിരൺ അയാളെ വെറുപ്പോടെ നോക്കി. മോനെ, അയാൾ വിളിച്ചു. ശിവ, നിനക്ക് ഇയാളെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അതിനു മുന്നേ എൻ്റെ ചോദ്യത്തിന് ഇയാളുടെ മറുപടി വേണം എനിക്ക്, കിരൺ ശിവയോട് പറഞ്ഞു. വാസുദേവൻ പകപ്പോടെ കിരണിനെ നോക്കി. മോനെ, നീ ഇതെന്തൊക്കെയാ? അയാൾ ഞെട്ടലോടെ ചോദിച്ചു. അമ്മേ! അവൻ പുറത്തേക്ക് നോക്കി വിളിച്ചു. വാസുദേവൻ കൈപൊത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. ദിനകരൻ തള്ളിക്കൊണ്ടുവരുന്ന വീൽചെയറിലിരിക്കുന്ന ആളെ കണ്ട് അയാളൊന്ന് ഞെട്ടി. ഭാരതി! അയാളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഭാരതി അയാളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കി. മോനെ, അമ്മയെ എന്തിനേ വയ്യാത്തടത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അച്ഛനെ രക്ഷിക്കും മോനെ, ഇപ്പൊ തന്നെ ബ്ലഡ് കുറെ പോയി, ഇനിയും ലേറ്റായ അച്ഛൻ മരിച്ചു പോവും. കയ്യിലെ ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ട് അയാൾ പറഞ്ഞു. കിരൺ പക്ഷെ നോക്കിയത് മുഴുവൻ ഭാരതിയാണ്. ഭാരതി, മോനെ കിരൺ, അച്ഛനെ രക്ഷിക്ക്. അയാൾ തേങ്ങി. ഈ നീചന്റെ ജീവൻ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് അകലുന്നത് എനിക്ക് കാണണം ശിവ. ഭാരതി കണ്ണു നിറച്ചുകൊണ്ട് പകയോടെ പറഞ്ഞു. വാസുദേവന്റെ തകർച്ച പൂർണ്ണമായി. ഭാരതി, നിനക്ക് സംസാരിക്കാൻ? അയാൾ പകപ്പോടെ ചോദിച്ചു. ഭാരതി അയാളെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? എന്നേക്കുമായിട്ട് എൻ്റെ സംസാരശേഷി ദൈവം അങ്ങോട്ട് എടുക്കുന്നോ? എൻ്റെ മകനെ സത്യങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സംസാരശേഷി ഉണ്ടെങ്കിലല്ലേ പറ്റൂ, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. വാസുദേവൻ പേടിയോടെ ഭാരതിയെയും കിരണിനെയും നോക്കി. മോനെ, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. നിന്റെ അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവള് പറയുന്നതെല്ലാം കള്ളാ, അയാൾ പേടിയോടെ പറഞ്ഞു. കിരൺ കൂടി തനിക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ ആരുമില്ല തനിക്കെന്ന് അയാൾ ഒരു ഉൾക്കിടലത്തോടെ മനസ്സിലാക്കി. കിരൺ അയാൾക്ക് അടുത്തേക്ക് വന്നു. മോനെ അച്ഛൻ മരിച്ചു പോവും, രക്ഷിക്ക്. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. കിരൺ അയാളെ കണ്ണു നിറച്ചു നോക്കി. മോനെ, അയാൾ വിളിച്ചു. എൻ്റെ ഏട്ടൻ അത്ര നല്ലവനൊന്നല്ലെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഏഞ്ചലിനോട് അവനുള്ള ഇഷ്ടം റിയൽ ആണെന്നാണ് ഞാൻ കരുതിയേ. അതുകൊണ്ട് തന്നെ സന്തോഷമായിരുന്നു മനസ്സിൽ മുഴുവൻ, കിരൺ പറഞ്ഞുകൊണ്ട് ശിവയെയും മറ്റുള്ളവരെയും നോക്കി. ശിവ മറ്റെങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. മോനെ, വാസുദേവന്റെ ശബ്ദം ദയനീയമായി. അവൾക്ക് എന്നെ നിങ്ങളൊന്നും ഇഷ്ടമായിരുന്നില്ല. ആ ഒരു ദേഷ്യം കൊണ്ട് തന്നെ അവളോട് ഞാനും അകൽച്ച കാണിച്ചു. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ കിരൺ, ഭാരതി വിങ്ങലോടെ വിളിച്ചു. വരുൺ, അവൻ മരിച്ചത് നന്നായി അമ്മേ. ഇല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന നിമിഷം ഒരുപക്ഷെ അവനെ ഞാൻ തന്നെ തീർത്തേനെ. കിരൺ പല്ല് കടിച്ചു. ഭാരതി വാപൊത്തി തേങ്ങിപ്പോയി. എങ്ങനെ തോന്നിയടോ നിങ്ങൾക്ക് മകളുടെ പ്രായമുള്ളൊരു കുട്ടിയോട്, അതും മകൻ്റെ ഭാര്യയെ? താനൊക്കെ ഒരു മനുഷ്യനാണോ? എന്നിട്ടും എന്തൊക്കെ കള്ളത്തരങ്ങളാ നിങ്ങൾ എന്നോട് പറഞ്ഞ്? കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു വിഡ്ഢിയായിരുന്നു ഞാൻ. അത്രമേൽ സങ്കടമായിരുന്നു കിരണിൻ്റെ വാക്കുകളിൽ. സ്വന്തം അച്ഛൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വാസുദേവൻ പൊട്ടിക്കരഞ്ഞു. മോനെ, അച്ഛനോട് ക്ഷമിക്ക്. ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു. ഇനി അച്ഛൻ തെറ്റിയാതെ ജീവിച്ചോളാം. കയ്യിലെ രക്തമൊഴുകി ശരീരം തളർന്നു തുടങ്ങുന്നു എന്ന് തോന്നിയതും അയാൾ തളർച്ചയോടെ പറഞ്ഞു. പക്ഷേ കിരണിന്റെ കണ്ണിൽ അയാളോട് ഒരലിവും തോന്നിയില്ല. തെറ്റ് ചെയ്യാതെ ജീവിച്ചോളാൻ പോലും നീയൊന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ലടാ. ഇപ്പോൾ പോലും നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ ശരീരത്തിന് വേണ്ടിയല്ലേ? മിത്ര പുച്ഛത്തോടെ വാസുദേവനോട് ചോദിച്ചു. അയാൾ അവളെ പേടിയോടെ നോക്കി. മിത്ര അത്രയും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. കിരൺ, ഇയാൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇതും ഇവൻ്റെ അഭിനയം മാത്ര. എൻ്റെ ഐശുവിനെ നീ വിവാഹം കഴിച്ച അവളെപ്പോലും സ്വന്താക്കുന്ന ഇയാൾ എന്നോട് കുറച്ചു മുന്നേ പോലും പറഞ്ഞത്, മിത്ര ശബ്ദത്തിൽ പറഞ്ഞു. കിരൺ അയാളെ അറപ്പോടെ നോക്കി.
പക്ഷെ പെട്ടെന്ന് ശിവയുടെ കൈകൾ അയാൾക്ക് മേൽ പതിച്ചിരുന്നു. അയാളുടെ വലത് കൈ പിടിച്ച് പുറകിലേക്ക് വളച്ചു തിരിക്കുമ്പോഴുള്ള അയാളുടെ അലർച്ച കേട്ട് ശിവ പകയോടെ ചിരിച്ചു. അവൻ അയാളെ മുന്നോട്ട് തള്ളി. വാസുദേവൻ നേരെ നിലത്തേക്ക് വീണു. എന്നെ കൊല്ലല്ലേ! തനിക്കടുത്തേക്ക് നടന്നെടുക്കുന്ന ശിവയോട് അപ്പോഴും ജീവന് വേണ്ടി അയാൾ യാചിച്ചു കൊണ്ടിരുന്നു. കിരൺ പെട്ടെന്ന് ശിവയെ മറികടന്ന് അയാളുടെ ഒടിഞ്ഞു തൂങ്ങിയ വലത് കൈയിൽ പിടിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. വേദനയിൽ അയാൾ അലറിക്കരഞ്ഞു. കിരൺ, അച്ഛനെ ഒന്ന് രക്ഷിക്കുമോനെ! അയാൾ അപ്പോഴും അത് തന്നെ പറഞ്ഞു. എന്തിനാ അച്ഛൻ ഇത്രയും വലിയ ക്രൂരത ചെയ്ത്? ഏഞ്ചൽ, അമ്മ, പിന്നെ ദേ നിൽക്കുന്ന കുടുംബത്തെ മുഴുവൻ തകർത്തില്ല നിങ്ങള്? എന്തിനു വേണ്ടിയായിരുന്നത്? എന്നിട്ട് എന്തു നേടി നിങ്ങള്? കിരൺ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ചോദിച്ചു. പറ്റിപ്പോയി മോനെ, ഒരവസരം കൂടി അച്ഛന്. അയാൾ കേണു. കിരൺ അയാളെ പുണർന്നു. മോനെ! അയാൾ തളർച്ചയോടെ വിളിച്ചു. ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക്. ഒരു മനുഷ്യനായിരുന്നു നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ക്ഷമിക്കായിരുന്നു ഞാൻ. പക്ഷേ നിങ്ങളെപ്പോലൊരു മൃഗത്തിനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക്. കിരൺ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു കനലെരിയുന്നത് കണ്ട് വാസുദേവന്റെ ഹൃദയം പേടിയാൽ പിടച്ചു. ഇനി മറ്റൊരു ഏഞ്ചൽ ഈ ഭൂമിയിൽ നിങ്ങളുടെ കൈകൊണ്ട് പിച്ചു ചിന്തപ്പെടാതിരിക്കാൻ ഇപ്പോൾ എനിക്കിത് ചെയ്തേ മതിയാവൂ. ക്രൂരമായ മുഖത്തോടെ കിരൺ പറഞ്ഞു. വാസുദേവൻ അവനെ സംശയത്തോടെ നോക്കി. പെട്ടെന്ന് കിരൺ അരയിൽ നിന്നും ഒരു കത്തി വലിച്ചെടുത്തു. വാസുദേവന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. ശിവയും മറ്റുള്ളവരും പകപ്പോടെ കിരണിനെ നോക്കി. കിരൺ, നീ എന്താ ഇച്ചേ? ശിവയുടെ വാക്കുകൾ പൂർത്തിയാകും മുന്നേ കിരണിന്റെ കയ്യിലുള്ള കത്തി വാസുദേവന്റെ വയറ് തുളച്ച് അകത്തേക്ക് കയറിയിരുന്നു. ഒരു നിമിഷം എല്ലാവരും നടുങ്ങിപ്പോയി. കിരൺ മോനെ! ഭാരതി പൊട്ടിക്കരഞ്ഞുപോയി. മരണവെപ്രാളത്തിൽ വാസുദേവൻ കിരണിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ആ നിമിഷം തന്നെ കിരണിന്റെ കയ്യിലെ കത്തി വീണ്ടും അയാളുടെ വയറിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. മിത്രയും ഐശുവും പേടിയോടെ കിരണിനെ നോക്കി. കിരൺ! ശിവ പെട്ടെന്ന് അവനെ പിടിച്ചു തള്ളി മാറ്റി. മാറി നിൽക്കട അങ്ങോട്ട്, ഇവനെ എനിക്ക് വേണം! ശിവ അലറി. അപ്പോഴേക്കും വാസുദേവൻ നിലത്ത് കിടന്ന് പിടയാൻ തുടങ്ങിയിരുന്നു. ഇല്ല, ആർക്കും തരില്ല. എൻ്റെ അടക്കം എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ച് ഇയാളെ കൊല്ലാനുള്ള അവകാശം എനിക്ക് മാത്രം. അതും പറഞ്ഞ് കിരൺ നേരത്തെ മിത്ര നിലത്തേക്ക് വലിച്ചെറിഞ്ഞ വാൾ വലിച്ചെടുത്തു. കാശിയും വിശ്വയും പെട്ടെന്ന് ഓടി വന്ന് അവനെ പിടിച്ചു വെച്ചെങ്കിലും അവരെ തള്ളിമാറ്റി കിരൺ വാസുദേവന്റെ അടുത്തേക്ക് പാഞ്ഞു. ശിവ കിരണിന്റെ നെഞ്ചിലേക്ക് ഊക്കോടെ ചവിട്ടി. പിന്നിലേക്കൊന്ന് വേച്ചുപോയെങ്കിലും കിരൺ മുന്നോട്ട് തന്നെ വന്നു. കിരൺ, നീ ഇത് ചെയ്യരുത്! ശിവ അവനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. ഇല്ല, എനിക്ക് തന്നെ തീർക്കണം ഇയാളെ. മാറി നിൽക്കടാ! കിരൺ ശിവയുടെ കവിളിലേക്ക് കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി. ആ ഊക്കിൽ ശിവ പുറകിലേക്ക് നീങ്ങിപ്പോയി. ആ ഒരു നിമിഷം കൊണ്ട് കിരൺ വാസുദേവന്റെ മുന്നിലെത്തിയിരുന്നു. മോനെ, വേണ്ട! വാസുദേവൻ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. കിരൺ മോനെ! ഭാരതിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിരൺ ആ വാൾ വാസുദേവന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വീശി. കഴുത്തറ്റുകൊണ്ട് അയാളുടെ ജീവൻ എന്നേക്കുമായി നിലച്ചു. എന്നിട്ടും ഒരു ഭ്രാന്തനെ പോലെ കിരൺ അയാളെ തലങ്ങും വിലങ്ങും വാളുകൊണ്ട് വീശി. ശിവ ഞെട്ടലോടെ കിരണിനെ നോക്കി. ജീവനറ്റ് കിടക്കുന്ന വാസുദേവന്റെ ശരീരത്തിലേക്ക് ശിവ പകയോടെ അപ്പോഴും നോക്കി. നിന്നെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ലടാ വാസുദേവ! അവൻ പകയോടെ അലറി. കിരൺ നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടരും.